കേസ് ഇന്ന് നമുക്ക് വർക്കല വരുന്ന പോയാലോ? അപ്പോൾ എംടെക്കിന് ജോയിൻ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് എങ്ങോട്ടും പോയിട്ടില്ല. എല്ലാവരും വിളിച്ചതാണ്, പക്ഷേ എല്ലാവരും വന്നിട്ടില്ല. ഞങ്ങളിത് 4 പേര് മാത്രമായിട്ടാണ് വർക്കലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ടോട്ടൽ എത്ര എക്സ്പെൻസ് ആയെന്ന് കൂടി ഞാൻ ഈ വീഡിയോയോടെ പറയാം കേട്ടോ. അപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ട്രെയിൻ സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് മാത്രം 50 രൂപ ആയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് 30 രൂപയൊക്കെ ആവത്തുള്ളൂ. ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, കാരണം കൂടെ ഉള്ള ഒരാൾ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ അവളെ ഞങ്ങൾ കുറേ നേരം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അവൾ വന്നപ്പോഴാണ് അറിയുന്നത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ മിസ്സായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്തിട്ടും ഒന്നും പറ്റാഞ്ഞത്. പിന്നെ ജസ്റ്റ് നെക്സ്റ്റ് ട്രെയിനിന് ഒരു 5 മിനിറ്റ് ഉള്ളപ്പോൾ പുള്ളിക്കാരി എന്തായാലും സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ട്രെയിനും മിസ്സായിനെ. കയറിയ ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ വർക്കലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. ഓട്ടോയ്ക്കായത് 150 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സേഫായിട്ട് ക്ലിഫിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലിഫിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ പാത്വേ കൂടി ഇങ്ങനെ നടക്കൽ തന്നെയാണല്ലോ പണി. അങ്ങനെ നമ്മൾ കുറേ നടന്നു. ഇങ്ങനെ വഴിയോര കടകളൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് ആകർഷിക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളവർക്ക് അങ്ങോട്ടൊക്കെ പോകാൻ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ കഫേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്, കാരണം ബാക്കി പോകുന്ന സമയം എല്ലാം രാത്രിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് നേരെ ചൊവ്വയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങോട്ടുള്ള പാത്വയിലോട്ടൊന്നും ഞാൻ നടന്നിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം നടന്ന് കുറേ നല്ല സ്ഥലങ്ങൾ, അതുപോലെ ആ സമയം ആയതുകൊണ്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. കണ്ണാടി വെക്കാത്തവളെ കണ്ണാടി വെച്ചിട്ട് ലുക്ക് കാണിക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു സമയം വെയിലാണെങ്കിലും പക്ഷേ വലിയ ചൂട് നമുക്ക് അടിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് നടന്ന് നമ്മൾ ഏകദേശം ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് സാൻഡ് ബീച്ച് എന്ന് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഇന്ന് കാണാൻ കൂടി പറ്റി. അങ്ങനെ ഞാനും ഇവിടെ ആർച്ചയും മാത്രമേ കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേർക്ക് അങ്ങോട്ട് കാല് നനയ്ക്കാനും ഡ്രസ്സ് നനയ്ക്കാനും വയ്യ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അവിടെ കിടന്ന് കാണിക്കാൻ പറ്റുന്ന മാക്സിമം കോലങ്ങൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കസറ്റുകളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചതുകൊണ്ട് നമ്മളൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ കാണിച്ച കഫേയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ 3 പേര് കോൾഡ് കോഫി, ഒരാൾ വാട്ടർമെലനും ആണ് ഓർഡർ ചെയ്തത്. പക്ഷേ പെർ ഹെഡ് എല്ലാവർക്കും 100 റുപ്പീസ് തന്നെയാണ് ആയത്. വർക്കലയിൽ ഇപ്പോൾ കുറേ അഡ്വഞ്ചേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട്. സർഫിങ്ങും പാരാഗ്ലൈഡിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് നേരെ വിട്ടത് ചിമ്മിനിയിലോട്ടായിരുന്നു. അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ അവിടുന്ന് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് 3 കോട്ടാമന്തി ആയിരുന്നു. 636 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്തുള്ളൊരു ട്രെൻഡ്സിൽ കയറി കുറച്ച് ഈസി ഉള്ളാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും ചൂടൊക്കെ കൊണ്ടതല്ലേ, അപ്പോൾ കുറച്ച് ഈസി. അവിടെ കയറി 2 ഉടുപ്പ് ട്രൈ ചെയ്യുന്ന പോലെ കാണിച്ചാൽ നമുക്ക് കുറച്ച് ഈസി കൊള്ളാമല്ലോ. ഇത് കണ്ടിട്ട് ആരും അനുകരിക്കാൻ നിൽക്കണ്ട എന്നല്ലല്ലോ, എല്ലാവരും അനുകരിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ടൈം ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും വർക്കല ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് വർക്കല ബീച്ചിലോട്ട് നമുക്ക് 80 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർക്കല ബീച്ചിൽ പോയിട്ട് വീണ്ടും കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു 3:30 ആയപ്പോഴത്തേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു, അവൾമാരെ ട്രെയിനിലും. അങ്ങനെ എന്നെ അവിടെ ആക്കിയിട്ട് അവൾമാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഏകദേശം ഒരാൾക്ക് ഞങ്ങൾക്ക് ടോട്ടൽ എക്സ്പെൻസ് ഒരു 450 റുപ്പീസൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ്സ് വർത്ത് ഐ തിങ്ക്. ഓക്കെ, അപ്പം ഇനി ഇതിനെക്കുറിച്ച് വല്ല വിവരങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഓക്കെടാ, ബൈ.